TC ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇനി വരുന്ന ഏതൊരു എക്സാമിനും, അതായത് 10ാം തല പ്രാഥമിക പരീക്ഷയിൽ ഇതിനടുത്ത് നടക്കാൻ പോകുന്നത്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പരീക്ഷയുണ്ട്, ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ. അതിൻ്റെ ഞാൻ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10ാം തല പ്രാഥമിക പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, വീഡിയോ ഫുള്ളായി ഇരുന്ന് കാണുക. എന്തായാലും തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആവട്ടെ ഇത്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏതാണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, അംബാല അമൃത്സർ ആണ്. ഏതാണ്? അംബാല അമൃത്സർ ആണ് ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കാർബൺ ന്യൂട്രൽ വില്ലേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വയനാടാണ്. ഓപ്ഷൻ ഡി ആണ്, വയനാടാണ്. ദേശീയ ജലപാത NW2 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ? അപ്പോൾ നിങ്ങൾ അത് ഓപ്ഷൻസ് വായിക്കുക, എങ്കിൽ മാത്രമാണ് പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഓപ്ഷൻസ് നമുക്ക് വായിച്ചു പോകാം. അലഹാബാദ് മുതൽ ഹൽഡിയ വരെ സ്ഥിതി ചെയ്യുന്നു. ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, സാദിയ മുതൽ ധൂബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. മൂന്നാമത്തെ 1620 കിലോമീറ്റർ നീളമുണ്ട്. നാലാമത്തെ, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉമാണ്. ഏതാണ് 2, 4 നോക്കാം. സാദിയ മുതൽ ധൂബ്രി വരെ സ്ഥിതി ചെയ്യുന്നതാണ് ദേശീയ ജലപാത 2. അതുപോലെ തന്നെ നാലാമത്തെ, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നതാണ് ദേശീയ ജലപാത 2. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾ തന്നെ ഉത്തരം കമന്റ് ചെയ്യണേ. ഞാനപ്പോൾ ഇതിന്റെ ആൻസർ മാർക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ നിങ്ങൾ തന്നെ ഉത്തരം കമന്റ് ചെയ്യാം. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ആൻസർ ആയിട്ട് ഇടുക. അടുത്തത് വായിക്കാം. ഊർജ്ജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏതാണ് എന്നുള്ളതാണ്. ഉത്തരം ഏതാണ്? പീലിക്കോടാണ്. ഓപ്ഷൻ എ, പീലിക്കോടാണ്. ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് പീലിക്കോട്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഏതാണ്? റൈച്ചൂറാണ്. ഏതാണ്? റൈച്ചൂറാണ്. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏത് പ്രദേശമാണ്? റൈച്ചൂർ പ്രദേശമാണ്. അടുത്തത്, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനമല്ല, ഭൂപ്രകൃതി വിഭാഗം. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, ഉത്തരമഹാസമതലമാണ്. ഓപ്ഷൻ എ ആണ്, ഉത്തരമഹാസമതലമാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഏത്? ഉത്തരം ജാർഖണ്ഡാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഓപ്ഷൻ ബി, ജാർഖണ്ഡ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ. അപ്പൊ വേഗതയിൽ ഒഴുകുന്ന നദി ഏതാണ്? ടീസ്റ്റയാണ്. ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏതൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? വേഗതയിൽ ഒഴുകുന്ന നദി ടീസ്റ്റയാണ്. അപ്പൊ ഏതൊക്കെയാണ്? സിക്കിമും പശ്ചിമ ബംഗാളും എന്നീ 2 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ എന്നുള്ളത്. സിക്കിം, പശ്ചിമ ബംഗാൾ. അടുത്തത്, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ആണ്, മണിപ്പൂറാണ്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി, മണിപ്പൂറാണ്. അടുത്തത്, നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. അത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉമാണ്. ഏതാണ് 1ഉം 2ഉം നമുക്ക് നോക്കാം. റോഡിന്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ ഫീറ്റ് കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ, ആദ്യത്തെ 20 വർഷ വികസന പദ്ധതി എന്നതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്തത് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത്? ഏതിനാണ്? ന്യൂഡൽഹി, വാരണാസി. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത്? ഡൽഹി ടു വാരണാസിയാണ്. അടുത്തത്, ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അത് ഓപ്ഷൻ എ, ബംഗ്ലാദേശാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ബ്രഹ്മപുത്ര നദിയിൽ സദിയ മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ദേശീയ ജലപാത 2 ആണ് എന്ന് പറഞ്ഞു, NW2 ആണെന്ന് പറഞ്ഞു അല്ലെ. ഓപ്ഷൻ സി ആണ് അപ്പോൾ ആൻസർ. ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ചുവടെ. ഇവയിൽ നിന്ന് പശ്ചിമ തീര തുറമുഖങ്ങൾ കണ്ടെത്താനാണ്. അത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 4ഉമാണ്. ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളിലെ പശ്ചിമ തീര തുറമുഖങ്ങൾ 1ഉം 4ഉമാണ്. ഏതൊക്കെയാണ് 1ഉം 4ഉം? നെബഷേവയും അതുപോലെ തന്നെ 4 കാൺലയുമാണ്.
അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ഓപ്ഷൻ സി ആനമുടിയാണ്. അടുത്തത് മേൽക്കൂര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അടുത്തത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്. ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യമാണ് ഏത്? ബ്രസീൽ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ബ്രസീലാണ്. അടുത്തത് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആനമുടിയാണ്. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. സമ്പാർ തടാകമാണ്. ഓപ്ഷൻ ഡി സമ്പാർ തടാകമാണ്. അടുത്തത് സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ നർമ്മദയിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് സുന്ദരവനം ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് റൂർക്കേല. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുറേ എന്താ പറയുക ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? റൂർക്കേലയാണ്. അടുത്തത് സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി ഏതാണ്? സുന്ദരി കണ്ടലാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സുന്ദരി കണ്ടലാണ് സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായിട്ടുള്ള കണ്ടൽ ചെടി. അടുത്തത് ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ആരാണ്? സർവേ ഓഫ് ഇന്ത്യ ആണ്. ഓപ്ഷൻ എ ആണ്. സർവേ ഓഫ് ഇന്ത്യ ആണ് ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഏത്? രാജസ്ഥാൻ. ഓപ്ഷൻ ഡി ആണ്. രാജസ്ഥാനാണ്. ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ നിന്നും സഹകരണ വ്യവസായത്തിന് ഉദാഹരണം കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ ബി ആണ്. രണ്ട് ഏതാണ്? അമൂലാണ്. ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? മാരുതി ഉദ്योग, അമൂല്, ഓയിൽ ഇന്ത്യ, റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇവയിൽ നിന്ന് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ രണ്ടാമത്തെയാണ് ആൻസർ അമൂലാണ്. അടുത്തത് സൂചനകൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. അടുത്ത റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. മേൽ സൂചനകളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ കണ്ടെത്താനാണ്. നമുക്ക് രണ്ടും ശരിയല്ല. അടുത്തത് ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്നും പ്രാദേശിക വാതകത്തിന്റെ പേര് തിരിച്ചറിയാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്ഷൻ നിങ്ങൾ വായിക്കുക. അതിന്റെ ആൻസർ പറയാം. ലൂ ആണ്. ഓപ്ഷൻ ഡി ആണ്. ലൂ ആണ്. അടുത്ത് നോക്കാം. താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെല്ലാം എന്ന് തിരിച്ചറിയാനാണ് നമുക്ക് തന്നിരിക്കുന്ന. ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രം. ഉത്തരായന രേഖയുടെ താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏതെല്ലാം എന്ന് തിരിച്ചറിയാൻ പറഞ്ഞാൽ ഓപ്ഷൻ എ ഒന്ന് മാത്രം. അടുത്തത് പ്രസ്താവന പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. സൂചന ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മഹാനദി, പെരിയാർ, താപ്തി, ലൂണി. മേൽ സൂചനയിലെ നദികളിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നവ കണ്ടെത്തുക. ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്. രണ്ടും മൂന്നുമാണ്. 2 പെരിയാർ, 3 താപ്തി. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറഞ്ഞവയിൽ ഏതാണ്? ഡൽഹിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല പരീക്ഷകൾക്ക് എല്ലാ ചോദ്യം വരട്ടെ അന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അത് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക് യു.